അസ്സലാമലൈക്കും. ഈ 2U ക്യാൻസലേഷൻ വന്നാൽ അതെന്ത് ചെയ്യേണ്ടത്? ഈ ഓൺലൈൻ ക്യാഷ് പേയ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും, സ്വാഭാവികം. ആ ഓർഡർ പോകും വരെ ആദ്യം തന്നെ കസ്റ്റമർ കെയർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യണം, കംപ്ലൈൻറ്റ് ചെയ്യണം. കസ്റ്റമർ ഫോൺ എടുക്കുന്നില്ലെങ്കിലോ അല്ല കസ്റ്റമർ ക്യാൻസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് റിപ്പോർട്ട് ചെയ്താൽ മതി. അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ എപ്പോഴെങ്കിലും ക്യാൻസലേഷൻ വന്നാൽ ഞാൻ പറഞ്ഞുതരാം. എന്താച്ചാലും ഓർഡർ ആദ്യം തന്നെ ക്യാൻസലേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൈൻഡ് ചെയ്യാണ്ട് നിന്നിട്ട് ഫുഡ് കളക്ട് ചെയ്യുക, നേരെ ലൊക്കേഷൻ പോവാം. ഇല്ല അതിന് വൈത്തല കുറേ നേരം നടക്കേണ്ടി വരും. കസ്റ്റമർ ചിലപ്പോൾ വിളിച്ച് പറയും, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റൂല, നമുക്ക് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫുഡ് കളക്ട് ചെയ്യുക, നേരെ പോവാം, ലൊക്കേഷനിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം. അപ്പോൾ ഡെലിവറി ചാർജ് കിട്ടൂല, ഫുഡ് ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇല്ല സ്റ്റോറിൽ നമ്മൾ ഫുഡ് കളക്ട് ചെയ്തില്ലെങ്കിൽ ഫുഡ് നഷ്ടപ്പെടും, ഫുഡ് കിട്ടൂല. പിന്നെ ക്യാഷ് ഡെലിവറി ആണെങ്കിൽ ക്യാഷ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞങ്ങൾ ഏത് ഡെലിവറി ആണെങ്കിലും അരമണിക്കൂർ തീർച്ചയായും വെയിറ്റ് ചെയ്യണം അവിടെ ലൊക്കേഷനിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് നമുക്ക് നീങ്ങാം. അപ്പോൾ ക്യാഷ് ഡെലിവറി ആണെങ്കിൽ ആ ക്യാഷ് നമ്മൾ സബ്മിറ്റ് ചെയ്യാണ്ടേ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക, ഓർഡർ പോകും വരെ വെയിറ്റ് ചെയ്യുക. അരമണിക്കൂർ ലൊക്കേഷൻ എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യണം നിർബന്ധമായിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്കോ അവിടെ പോയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ആ ക്യാൻസൽ പോയിട്ടില്ലെങ്കിലും പോയാൽ നമുക്ക് പോവാമല്ലോ മുന്നോട്ടേക്ക്, ഇൻഷാ അല്ലാ. അപ്പോൾ തീർച്ചയായിട്ടും ആ ലൊക്കേഷനിൽ പോകണം, പോയതിന് ശേഷം കംപ്ലൈൻറ്റ് ചെയ്യണം. ആ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയെന്ന് വിശദീകരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. എപ്പോഴും ക്യാൻസലേഷൻ ഓർഡർ വരട്ടെ, അപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഓക്കെ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.